മാറി മാറി വരുന്ന സർക്കാരുകൾ നാടിന്റെ കുതിപ്പിന് വേണ്ടി, നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യുന്ന പാവം കഴുതകൾ, പൊതുജനം. ഇവിടെ മാറി മാറി വന്ന സർക്കാരുകൾ കേരളത്തിനുണ്ടാക്കിയ നേട്ടം എന്താണ്? കേരളത്തിൽ എത്ര ഫാക്ടറികളുണ്ട്? അതുവഴി എത്ര കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്? തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും നമ്മളൊന്ന് എത്തി നോക്കൂ. അവിടെ സർക്കാരുകൾ ഫാക്ടറികളെ വരവേൽക്കുകയാണ്. ആവശ്യത്തിന് ഭൂമിയും എല്ലാ സൗകര്യങ്ങളും നൽകി ഫാക്ടറികൾക്ക് അവിടെ സ്ഥിരമായി വാസമൊരുക്കുന്നു. ജനം ഫാക്ടറികളിൽ തൊഴിൽ നേടുന്നു, അവർ ജീവിക്കുന്നു. അതിലൂടെ സർക്കാരിന് നികുതിയായി കോടികൾ ലഭിക്കുന്നു. എന്നാൽ കേരളത്തിന്റെ വരുമാനം എന്ത്? എത്ര ശതമാനമാണ് ഫാക്ടറികളിൽ നിന്ന് കേരളത്തിന് കിട്ടുന്ന വരുമാനം? ഉള്ള ഫാക്ടറികളെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുകയാണ്. രാഷ്ട്രീയവും സമരവും ഒക്കെ പറഞ്ഞു. വെറുതെയല്ല ഇവിടുത്തെ യുവജനങ്ങൾ എങ്ങനെയെങ്കിലും വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ പോയി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. എന്നിട്ടും മാറി മാറി വരുന്ന ഒരു സർക്കാരിനും അതിലേക്ക് ലെവലേശം തിരിഞ്ഞു നോട്ടമില്ല, കൂസലില്ല. ഇവിടുത്തെ യുവാക്കൾ കൊടി പിടിച്ചാൽ മാത്രം മതി, ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മാത്രം മതി, അല്ലാതെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്നാണ് എല്ലാ സർക്കാരും, മാറി മാറി വരുന്ന എല്ലാ സർക്കാരും കേരളത്തോട് കാണിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നേരത്തെ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന DA കുടിശ്ശിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ അത് എവിടെ നിന്ന് എടുത്തു കൊടുക്കും? എന്ത് വരുമാനത്തിൽ നിന്നാണ് അത് കൊടുക്കാൻ കഴിയുന്നത്? സർക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടുകാർക്ക് അത് അറിയാമോ? നാട്ടുകാർക്ക് അത് അറിഞ്ഞിട്ട് എന്താ കാര്യം, അല്ലെ? ജനത്തിന് സ്വപ്നം കാണിച്ചും കുടിപ്പിച്ച് കിടത്തി ഉറക്കിയും അതിൽ നിന്നുണ്ടാക്കുന്ന വരുമാനം കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ജീവിക്കുന്നത്. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 4/1 അഥവാ 25% മദ്യക്കച്ചവടത്തിൽ നിന്നും ലോട്ടറി വരുമാനത്തിൽ നിന്നുമാണ് സർക്കാർ ഉണ്ടാക്കുന്നത്. ഇതൊരിക്കലും ഒരു നാടിന് ശുഭോദർക്കമായ കാര്യമല്ല, നല്ലൊരു കാര്യമല്ല. സ്വപ്നം കണ്ടുറങ്ങുന്നവനും കുടിച്ചു മതിച്ചുറങ്ങുന്നവനും ഒരു നാടിന്റെ ശാപമാണ്. ആ ശാപത്തെ വിറ്റാണ് ഈ സർക്കാർ എന്ന് മാത്രമല്ല മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവിടെ ജീവിക്കുന്നത്. സാധാരണ ജനത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവനാവശ്യമായ തൊഴിലിടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവനാവശ്യമായ ഫാക്ടറികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവന്റെ കുടുംബത്തിന് സുഖമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ മാറി മാറി വരുന്ന സർക്കാരിന്റെ ഉപയോഗം എന്താണ്? ജനത്തിനെ പറ്റിച്ച് ഭരിക്കാൻ മാത്രമാണോ ഈ സർക്കാരുകൾ? മറ്റു വരുമാനങ്ങളില്ലാത്ത കുറച്ചധികം പേരുടെ ഉപജീവനമാണ് ലോട്ടറി. സമ്മതിച്ചു. മലയാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളും ഇതര സംസ്ഥാനക്കാരുമൊക്കെ നമ്മുടെ ലോട്ടറി എടുക്കുന്നുണ്ട്, എടുക്കണമല്ലോ. അതാണ് സർക്കാരിന്റെ ആഗ്രഹവും. പക്ഷേ വൻ ലോട്ടറി തുക സ്വപ്നം കണ്ടുറങ്ങുന്നവരിൽ സാധാരണ കൂലിത്തൊഴിലാളി ഉൾപ്പെടെയുണ്ട്. അവൻ 1000 രൂപയ്ക്ക് ജോലി ചെയ്ത് 500 രൂപയ്ക്ക് ലോട്ടറി എടുത്ത് 100 രൂപ വീട്ടിൽ കൊടുത്ത് അവന്റെ ഭാര്യയും മക്കളും പട്ടിണിയാണ്. അതിൽ നിന്നുള്ള വരുമാനം സർക്കാർ ഇവിടെ ഉപയോഗിക്കുന്നു. ഏത് സർക്കാരിനാണ് അത് ഗുണമാവുക? നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ശാപം കിട്ടും സർക്കാരെ. പാവപ്പെട്ട കുടുംബത്തിന്റെ കുട്ടികളുടെ ശാപം സർക്കാരിന്റെ തലയിൽ, മാറി മാറി വരുന്ന സർക്കാരിന്റെ തലയിൽ ഇത് ഇടിത്തിയായി വീഴും. ഇത് മാത്രമല്ല സർക്കാരിന്റെ വരുമാനത്തിൽ പ്രാധാന്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദ്യം. കേരളം കുടിച്ചു മതിക്കുന്നു, കേരളം കുടിച്ചുറങ്ങുന്നു, കേരളം കുടിച്ചു മരിക്കുന്നു. ഇതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം, സാമൂഹിക ആഘാതം, ഇതുമൂലമുണ്ടാകുന്ന കുടുംബങ്ങളുടെ തകർച്ച ഏതെങ്കിലും സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പെട്ടതായി അവർ നടിക്കുന്നുണ്ടോ? മദ്യപാനം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തെ തന്നെ തകർത്ത് കളയുകയാണ്, ഒരു കുടുംബത്തിന്റെ അടിവേര് ചീന്തുകയാണ്. എന്നിട്ടും അതൊന്നും നിയന്ത്രിക്കാൻ സർക്കാരിന് യാതൊരു പദ്ധതിയുമില്ല. 2016 കേരളത്തിൽ ബാറുകളുടെ എണ്ണം 29. വെറും 8 വർഷം കഴിഞ്ഞപ്പോഴേക്കും ബാറുകളുടെ എണ്ണം 830 2600% വളർച്ച. ഇത്രയും ഭീകരമായി വളർന്ന മറ്റേത് മേഖലയുണ്ട് കേരളത്തിൽ? വൻ വളർച്ചയല്ലേ, അഭിമാനിക്കാം. മുമ്പ് സാധാരണക്കാരന് മദ്യം ലഭിക്കണമെങ്കിൽ ബിവറേജ് കോർപ്പറേഷനിൽ പോയി ക്യൂ നിൽക്കണം. അതെല്ലായിടത്തുമില്ല. പക്ഷെ ഇന്ന് മുക്കിന് ബിവറേജ് കോർപ്പറേഷനുകൾ, ഇത്രയധികം ബാറുകൾ. സാധാരണക്കാരന് പോലും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ബിവറേജ് കോർപ്പറേഷൻ, അതുപോലെ ബാറുകളുടെ എണ്ണവും. കുടിച്ചും ലോട്ടറി സ്വപ്നം കണ്ടും ഒരു നാടിനെ ജീവിപ്പിക്കാൻ സർക്കാർ പ്രേരിപ്പിക്കുന്ന അവസ്ഥ. എന്ത് ദുരവസ്ഥയാണിത്! ഇതിൽ നിന്നും നമുക്കൊരു മാറ്റം വേണം.
2025 കേരളത്തിൽ നടന്ന മദ്യവിൽപ്പന 29,561.85 കോടിയുടേതാണ്. അതിൽ നിന്ന് നികുതിയായി ലഭിച്ചത് 14,821.91 കോടിയാണ്. മദ്യപാനികളാണ് കേരളത്തെ താങ്ങി നിർത്തുന്നത്. ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളും ക്രൈസ്തവ സഭകളും അതുപോലെ മറ്റു ചില സാമൂഹിക സംഘടനകളും മദ്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയിരുന്നു. പക്ഷേ അതും ഇന്ന് ദുർബലമാണ്. കേരളം വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറുപ്പക്കാരില്ല. ചെറുപ്പക്കാർ വിദേശത്തും മറ്റു സംസ്ഥാനങ്ങളിലും തൊഴിലെടുക്കുന്നു. ഈ വയസ്സൻ കേരളത്തിന് ഇത്തവണ 29,500 കോടി രൂപ വേണം പെൻഷൻ കൊടുക്കാൻ. പലിശ കൊടുക്കാൻ 31,800 കോടി വേണം. അതിന് പറ്റുന്ന നികുതി വരുമാനങ്ങൾ എവിടെ? മറ്റ് ഉൽപാദക സാധനങ്ങൾ എവിടെ? സാധ്യതകൾ എവിടെ? അതൊന്നും കേരളത്തിലില്ല. അഥവാ കേരളത്തിൽ ഒരു ഫാക്ടറി ഉണ്ടായാൽ നമ്മൾ കൊടി പിടിച്ചു പൂട്ടിക്കും, നമ്മൾ ഖരാവോ ചെയ്ത് പൂട്ടിക്കും, നമ്മൾ ധർണ നടത്തി പൂട്ടിക്കും. അങ്ങനെ വ്യവസായം നടത്താൻ ഒരുവനുണ്ടായാൽ അവനെ നാട് വിട്ടോടിക്കും, അവന് വീട്ടിൽ കിടന്നുറങ്ങാൻ സൗകര്യമില്ലാതാക്കും. ഇതിപ്പോ ചർച്ചയായി വന്നത് മറ്റൊന്നും കൊണ്ടല്ല, സി ദിവാകരന്റെ ഒരു പ്രസ്താവനയാണ്. സർക്കാരിനെ വീണ്ടും വെട്ടിലാക്കിക്കൊണ്ട് സി ദിവാകരന്റെ അടുത്ത പ്രസ്താവന. കോളേജ് പഠനകാലത്ത് അമ്മയുണ്ടാക്കി തന്നിരുന്ന ഉറട്ടി കഴിച്ചാണ് ഞാൻ വിശപ്പടക്കിയിരുന്നത് എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രസ്താവന സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വൈറലായി. അതിന്റെ പിന്നാലെ പിണറായി വിജയൻ പങ്കെടുത്ത ഒരു സദ്യയെക്കുറിച്ച് സി ദിവാകരന്റെ പ്രസ്താവനയുണ്ടായി. ചൂരക്കറി ആയതുകൊണ്ട് കഴിക്കാതെ പിണറായി ഇറങ്ങിപ്പോയി എന്നും അടുത്ത ദിവസം പാളയം മാർക്കറ്റിൽ ചെന്ന് നെയ്മീൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് കറി വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ പിണറായിക്ക് തൃപ്തിയായുള്ളൂ എന്നുമുള്ള സി ദിവാകരന്റെ പ്രസ്താവന. അതിന്റെ അലയൊലികൾ തീരുന്നതിന് മുമ്പ് സി ദിവാകരന്റെ അടുത്ത പ്രസ്താവന വന്നു. കേരളത്തിൽ ഫാക്ടറികളോ മറ്റ് നിർമ്മാണ കേന്ദ്രങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് യുവാക്കൾ അത്രയും പെട്ടെന്ന് പാസ്പോർട്ട് എടുത്ത് വിദേശങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ജോലി തേടി പോകുന്നത് എന്ന പ്രസ്താവന. രാഷ്ട്രീയ മേഖലയിലും കേരളത്തിലും ഈ കടുത്ത വിമർശനത്തിന്റെ അലയൊലികൾ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെ തുടരുന്നു: ഇന്ത്യയാകെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ പഞ്ചായത്താണ് ഈ കേരളം. ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല. ഒരു ഹെവി ഇൻഡസ്ട്രി പോലും ഇവിടെ ഇല്ല. ഇവിടെ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും ഇല്ല. കേരളത്തിൽ കാറോ മോട്ടോർ ബൈക്കോ ഹെവി മെഷീനറിയോ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇത്ര നാളായിട്ടും കേരളത്തിൽ ഒരു ഫാക്ടറി പോലുമില്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ എങ്ങനെയെങ്കിലും പാസ്പോർട്ട് തരപ്പെടുത്തി നാട് വിട്ടുപോയി രക്ഷപ്പെടുന്നത്. കേരളത്തിൽ ഫാക്ടറിയും നിർമ്മാണവും വരുത്തേണ്ടത് സർക്കാരല്ലേ എന്ന് സി ദിവാകരന്റെ പ്രസ്താവന തുടരുന്നു. മുമ്പ് താൻ അധികാരത്തിലിരുന്നപ്പോഴോ തന്റെ മുന്നണി അധികാരത്തിലിരുന്നപ്പോഴോ തന്റെ പാർട്ടി അധികാരത്തിലിരുന്നപ്പോഴോ സി ദിവാകരന് തോന്നാത്ത കാര്യം ഇപ്പോൾ തോന്നിയതിന് പ്രത്യേക നന്ദി. ഇനിയെങ്കിലും ആ ചിന്ത അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിലൂടെ ആ മുന്നണിക്കും അതുപോലെ മറ്റു മുന്നണികൾക്കും വരട്ടെ. കേരളത്തിലേക്ക് പുതിയ വ്യവസായങ്ങൾ എത്തട്ടെ. ഇവിടത്തെ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കട്ടെ. കേരളം വയസ്സായ കേരളമാകാതിരിക്കട്ടെ, വയസ്സായവരുടെ മാത്രം കേരളമാകാതിരിക്കട്ടെ. യുവാക്കൾ ഇവിടെ വേണം. ഇവിടത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തിയായി അതിന് താങ്ങായി യുവാക്കൾ കേരളത്തിൽ വേണം. അതിന് ഫാക്ടറികൾ വേണം. അവർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള സാമഗ്രികൾ വേണം. അവർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഇടങ്ങൾ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.